ദൈവത്തിൻ്റെ ഈ വചനം മനസ്സിലാക്കാൻ നമ്മുടെ സ്വന്തം ബുദ്ധിയും ശക്തിയും ആലോചനയും മാത്രം പോരാ. നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നല്ല സഹായം വേണം. ആ സഹായമാണ് നമുക്ക് ഈ കേൾക്കുന്ന വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി നമ്മളിൽ നിക്ഷേപിക്കാൻ സാധിക്കുക. കാരണം യേശു പറഞ്ഞല്ലോ, ഓരോ മനുഷ്യനും ജീവിക്കുന്നത് ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണെന്നാണ് പറഞ്ഞത്. കുറേ ഭക്ഷണം കൊണ്ടാണ് ജീവിക്കുന്നതെന്നല്ല പറഞ്ഞത്, ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ വാക്കുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റും. ഒത്തിരി പേര് ജീവിതത്തിൽ തോറ്റുപോയവരാണ്, ജീവിതത്തിൽ തോറ്റവരാണ്. ബിടെക്കിന് നല്ല മാർക്കുണ്ട്, എംടെക്കിന് നല്ല മാർക്കുണ്ട്, പക്ഷേ ജീവിതത്തിൽ മാർക്കില്ല. എല്ലാത്തിനും ഭയങ്കര മാർക്കുള്ളവരാണ്. ജീവിതത്തിൽ പലരും തോറ്റുപോയവരാണ്. മറ്റു കാര്യങ്ങളിലെല്ലാം ഒത്തിരി വിജയിച്ചവരുണ്ട്, ബിസിനസ്സിൽ വിജയിച്ചവരുണ്ട്, ഒക്കെ വിജയിച്ചവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ കുറേ അധികം ആളുകൾ ജീവിതത്തിൽ തോറ്റുപോയവരാണ്. ജയിച്ചിട്ടില്ല, അവർ തോറ്റുപോയി, ദയനീയമായി തോറ്റുപോയി. പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും തോൽപ്പിക്കുന്ന കാര്യമല്ല കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ജീവിതത്തിൽ വിജയിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം, വിജയിപ്പിക്കുന്നതാണ്. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് 23-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സമർപ്പിക്കുന്ന ഈ 16-ാമത്തെ ദിവസം നമ്മൾ കേൾക്കുന്ന സങ്കീർത്തനം 23-ാം അധ്യായത്തിൻ്റെ വാക്യമാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. 23-ാം അധ്യായം സങ്കീർത്തനം 23:1 ഏതൊരു മനുഷ്യനും അറിയാവുന്ന ഒരു വാക്യമാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. ആ വാക്യത്തിന് തന്നെ ഒരു അർത്ഥമുണ്ട് കേട്ടോ. ദൈവം ഇടയനായിട്ടുള്ളവർക്ക് ഒരു കുറവും ഉണ്ടാവില്ല. ആ വാക്യെല്ലാം വായിച്ച് പോകുമ്പോൾ അവിടെ 4-ാമത്തെ ഒരു വാക്യമുണ്ട്. ആ വാക്യത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ചില സമയത്ത് അത് നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ കൊള്ളുന്നൊരു വാക്യമാണ്. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും. അയ്യോ, അതിന് മരണത്തിന് നിഴലുണ്ടോ? നിഴല്, മരത്തിന് നിഴലുണ്ട്, മനുഷ്യന് നിഴലുണ്ട്. ആദ്യമായിട്ട് കേൾക്കുകയാണ് മരണത്തിന് നിഴൽ. മരണത്തിനും നിഴലുണ്ട്. എവിടെയാ നിഴലെന്ന് പറയുന്നത്? എവിടെയാ? എൻ്റെ നിഴൽ ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ നിഴൽ 100 മീറ്റർ അപ്പുറത്തല്ല, എൻ്റെ ഏറ്റവും മുട്ടി തന്നെ നിൽക്കുന്നതാണ് നിഴൽ. അപ്പം മരണത്തിൻ്റെ നിഴലെന്ന് പറഞ്ഞാലോ, അത് ചില സമയം നമുക്ക് തോന്നും മരണത്തിൻ്റെ അത്രയും അടുത്ത് നിൽക്കുന്ന ചില സന്ദർഭങ്ങൾ വരാൻ ജീവിതത്തിൽ. മരണം അത്രയും പ്രശ്നങ്ങളുടെ നടുക്ക് നിൽക്കുമ്പോൾ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര, നമ്മൾ പറയില്ലേ, സങ്കടങ്ങളുടെ ഒരു താഴ്വരയാണ് എൻ്റേത്, നിരാശയുടെ താഴ്വരയാണ് എൻ്റേത്, തകർന്ന് തരിപ്പണമായൊരു ജീവിത താഴ്വരയിലാണ് ഞാനുള്ളത്. നമുക്കുണ്ട് ഒത്തിരി താഴ്വരകളുടെ കഥ പറയാൻ. ബൈബിൾ പറയുന്ന മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന്, ആരവിടുന്ന്? ഇടയനായിട്ടൊരു ദൈവം എനിക്കുള്ളത് കൊണ്ട് ആ ദൈവം എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഇത് പറഞ്ഞത് സങ്കീർത്തകനായ ദാവീദാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര ജീവിതത്തിൽ അനുഭവിച്ച ഒരാൾ ഈ ബൈബിളിലുണ്ട്. മരണത്തിൻ്റെ നിഴൽ വീണ, ബൈബിളിൽ മാത്രമല്ല, എന്നെ കേൾക്കുന്ന 100 പേർക്ക് ഇപ്പോൾ പറയും, ഞാനും മരണത്തിൻ്റെ നിഴൽ വീണ ഒരു താഴ്വരയിലാണ്, എൻ്റെ കുടുംബം ഇപ്പം ആ നിലയിലാണ്. സാരയില്ല, ഇന്ന് ദൈവം നിന്നോടാണ് സംസാരിക്കുന്നത്. ഇന്ന് ദൈവം ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ പ്രാർത്ഥനയ്ക്ക് നിന്നെ ഒരുക്കാൻ ഇതിനകത്ത് ഇരുത്തിയത് ദൈവമാണ്. ഇത് കേൾപ്പിക്കുന്നത് ദൈവമാണ്. നിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഇത് ദൈവം ഇങ്ങനെ കേൾപ്പിക്കുകയാണ്. ഇത് എനിക്ക് മാത്രമുള്ള അനുഭവമല്ല, ഇത് സങ്കീർത്തകനായ ദാവീദ് സ്വന്തം അനുഭവത്തിൽ പറഞ്ഞതാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ പോയാലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം
ദൈവം എൻ്റെ കൂടെയുള്ളതിനാൽ. ഞാൻ ആ വാക്യം എടുക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നു പോകുന്ന ഒരാൾ അതിനകത്തുണ്ട്. 21 അധ്യായം ഇസ്ഹാക്കിൻ്റെ ജനനം എന്നാണ് ഹെഡിങ്. അവിടെ അബ്രാഹത്തിൻ്റെ ഭവനത്തിൽ ആയിരിക്കുന്ന ഒരടിമ സ്ത്രീയാണ്, വേലക്കാരി സ്ത്രീയുടെ പേരാണ് ഹാഗാർ. ഈജിപ്തുകാരിയായ ഹാഗാർ. ഈ വിവരം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും ഞാൻ പറയുമ്പോൾ. ഞാനിത് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് നിങ്ങൾ അറിയണം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര. അവിടെയും ദൈവം കൂടെ ഉണ്ടെന്നാകട്ടോ പറഞ്ഞത്. അവിടെ ദൈവം ഇല്ലെന്നല്ല. ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ സ്വന്തക്കാരും ബന്ധുക്കളും മിത്രങ്ങളൊന്നും വരത്തില്ല. ഫോൺ വിളിച്ചാൽ പോലും ആരും എടുക്കുകയില്ല. ഇനി അഥവാ നമ്മളെ ആ അവസ്ഥയിൽ കണ്ടാലും പെട്ടെന്ന് അവരാ സ്ഥലം വിട്ടുപോകും. മൈൻഡ് ചെയ്യത്തില്ല, നോക്കുക പോലും ചെയ്യില്ല. എന്നാ വേണമെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടോ എന്ന് പോലും ചോദിക്കത്തില്ല. അവർ നാട് നീളെ പറയും, നമ്മളോട് ചോദിക്കത്തില്ല. പക്ഷെ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലാണ് നീയോ നിൻ്റെ കുടുംബമോ ഇരിക്കുന്നെങ്കിൽ തകർന്നു പോകാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണെന്ന്. അത് നിന്നോടാ പറയുന്നത്, നിൻ്റെ കുടുംബത്തോടാണ് ദൈവം സംസാരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 9 മുതലുള്ള വാക്യത്തിൽ അബ്രാഹാം അതാണ് 10ാമത്തെ വാക്യം. അവൾ അബ്രാഹത്തോട് പറഞ്ഞു, ആ അടിമപ്പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക എന്ന് പറഞ്ഞു. അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ പറഞ്ഞു, ആ സ്ത്രീയെയും കൊച്ചിനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറഞ്ഞു. ഇനി എന്തൊക്കെ കൊടുത്താ വിട്ടേന്ന് എഴുതിയിട്ടുണ്ട്. 14ാമത്തെ വാക്യം. അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറേ അപ്പവും ഒരു തുകൽ സഞ്ചി വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വച്ച് കൊടുത്ത് മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ മരുഭൂമിയുടെ പേരെഴുതിയിട്ടുണ്ട്, ബെർഷെബ മരുഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. എന്താ മരുഭൂമി എന്നറിയാമോ? കണ്ടിട്ടെങ്കിലും ഉണ്ടാകും, ടി വിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ യാത്രകളിലൊക്കെ പോയപ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ അറിയാം മരുഭൂമി എന്താണെന്ന്. കടൽ പോലെ മണൽ കിടക്കുന്ന സ്ഥലം, കൃഷിയൊന്നുമില്ലാത്ത, ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ തണൽ മരം പോലെ മുൾച്ചെടികൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് മരുഭൂമി. മണലുകൾ കൊണ്ട് തന്നെ മലകളും കുന്നുകളും ഒക്കെയുള്ള വെറും മരുഭൂമി, ഒന്നുമില്ല അതിനകത്ത്. കുറേ മരുഭൂമിയിൽ ചില വിഷമുള്ള പാമ്പുകളുണ്ടെന്ന് പറയുന്നു. ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു സ്ത്രീയെയും അതിൻ്റെ കൊച്ചിനെയും അങ്ങ് വിട്ടു. ആകെയുള്ളത് 10 ലക്ഷം രൂപയൊന്നും അല്ല കൊടുത്തുവിട്ടത് കുറച്ച് അപ്പവും ഒരു തുകൽ സഞ്ചിക്കകത്ത് കുറച്ച് വെള്ളവുമാണ്. ഇത് പോയത് എവിടെ ചെന്ന് അവസാനിച്ചെന്നറിയാം? മരുഭൂമിയിലെ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലെത്തി യാത്ര. ഇത് അബ്രാഹമോ സാറായോ ചിലപ്പോൾ ചിന്തിച്ചു പോലും കാണില്ല. പോയത് ആരും കൂട്ടിനില്ലാത്ത ഒരു അമ്മയും ഒരു കൊച്ചുമാണ്. നമുക്കത് ഭാവനയിൽ തന്നെ കണ്ടാൽ ഒരു മനുഷ്യൻ്റെ കണ്ണ് നിറയും. സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ്. ആളില്ല, അർത്ഥമില്ല, വീടില്ല, കയറിക്കിടക്കാനൊരു കൂരയില്ല, ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രമില്ല. എങ്ങനെ ജീവിക്കും? കുറച്ച് അപ്പവും കുറച്ച് വെള്ളവും മാത്രമുണ്ട് സ്വത്തായിട്ട്. ശരിക്കും ഈ യാത്ര ചെല്ലുമ്പോൾ സങ്കീർത്തകൻ 23 അധ്യായത്തിൽ പറഞ്ഞ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ ഈ അമ്മയും കുഞ്ഞും എത്തി. 15ാമത്തെ വാക്യം ശരിക്കും മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയാണ് എഴുതിയിരിക്കുന്നത്. തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നു. അവളൊരു കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി കിടത്തി. ഏതൊരമ്മയ്ക്ക് പറ്റും? ഒരമ്മയ്ക്ക് പറ്റുമോ തൻ്റെ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു കാട്ടിക്കൊണ്ടുപോയി കിടത്താൻ? അങ്ങനെ കിടത്തിയെങ്കിൽ അപ്പോഴത്തെ മാനസിക സ്ഥിതി എന്തായിരിക്കും? എന്തുമാത്രം ആ വ്യക്തി തകർന്നിട്ടുണ്ടാവും. അങ്ങനെ തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന കുഞ്ഞിനെ അപ്പുറത്തെ കാട്ടിക്കൊണ്ടുപോയി കിടത്തണമെങ്കിൽ എന്തുമാത്രം മാനസികമായി തകർന്നിട്ടുണ്ടാവും, കൈവിട്ടു പോയിട്ടുണ്ടാകും ആ വിഷയം. ആ വിഷയത്തിൻ്റെ പേരാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര. ഇവിടെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് കേട്ടോണം.
ഈ 16-ാമത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തെ ദൈവം തൊടുവാണ് ഈ വചനത്തിലൂടെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യം ഈ 23-ാം സങ്കീർത്തനം പറഞ്ഞതുപോലെ മരണത്തിൻ്റെ നിഴൽ വീണ ഏതോ ഒരു താഴ്വരയിലാണ്, എവിടെയോ ഒരു താഴ്വരയിലാണ്. ഇവിടെ ദൈവം നിങ്ങളെ കരുതുന്ന കണ്ടോണം, ദൈവം നിങ്ങളെ സൂക്ഷിക്കുന്നത് കണ്ടോണം. നിങ്ങളിത് അറിയണം. ഇതറിയാതെ സങ്കടപ്പെട്ട് തലകുനിച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഇരിക്കരുത്. ഇതറിയണം. അവിടെ എത്തിയപ്പം ഈ അമ്മ പറയാണ്, കൊച്ചു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യാന്ന്. ആ ഒരു കൊച്ച് മരിക്കാറാകുന്ന, പട്ടിണി കൊണ്ട് മരിക്കാറാവുന്ന അന്തരീക്ഷം എന്നറിയാമോ? ഈ തല മാത്രം വലുതാവും, വലിയ തലയും ഉടൽ ചെറുതാവും. അതാണ് ഒരു മനുഷ്യൻ പട്ടിണി കൊണ്ട് മരിക്കുമ്പോൾ അവസ്ഥ. വയറ് ചെറുതാവും, വയറൊട്ടിപ്പോവും. നമ്മുടെ ചങ്ക് ഭാഗത്തുള്ള വാരിയല് അത് തൊലിപ്പുറത്തിങ്ങനെ എണ്ണാം ഭാഗത്തിന് തെളിഞ്ഞു വരും. അങ്ങനെ ഒരു കൊച്ചിനെ ഒരമ്മ കൊണ്ടുപോയി കാട്ടിൽ കടത്തുമ്പോൾ പറയും, ഈ കൊച്ചിന് മിനിറ്റുകൾക്കുള്ളിൽ മരിക്കും. അത് മരിക്കുന്നത്, എൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത്, അത് എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഒരു കല്ലേറ് ദൂരം മാറി ഇരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. 16-ാമത്തെ വാക്യം, കുഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്നും പറഞ്ഞ് അവൾ കുറേ അകലെ ഒരമ്പെയ്ത്ത് ദൂരം ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. ബൈബിൾ വായിക്കുമ്പോൾ ആ തിരിഞ്ഞിരിപ്പിന് എന്തോ ഒരു വലിയ പ്രത്യേകതയൊന്നും കാണത്തില്ല. പക്ഷെ ഞാനതിനെ വിശാല അടിസ്ഥാനത്തിൽ കാണുന്നു. തിരിഞ്ഞിരുന്ന് ആ മരുഭൂമിയിൽ മിക്കവാറും ഏതൊരു വ്യക്തിയും പ്രാർത്ഥിച്ചു പോകുവോടെ. ഇനി ദൈവമില്ലാന്ന് പ്രസംഗിക്കുന്നവൻ വരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ അവൻ ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ചു പോകും. ഒരുപക്ഷെ ആ അമ്മ അവിടെ തിരിഞ്ഞിരുന്നു എന്ന് ഈ പുസ്തകത്തിൽ അക്ഷരരൂപത്തിൽ എഴുതിയിട്ടുള്ളെങ്കിലും അല്പം വിശാല അടിസ്ഥാനത്തിൽ ഞാൻ ചിന്തിക്കുകയാണ്, ആ അമ്മ അവിടെ ഇരുന്ന് ഹൃദയം നുറുങ്ങി ദൈവത്തെ വിളിച്ചിട്ടുണ്ടാകണം. ബൈബിളൊരു വാക്കുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. ഏത് മരുഭൂമിയിലും ദൈവം സമീപസ്ഥനാണ്. ഇനി അടുത്തൊരു വാക്യം എഴുതിയിരിക്കുകയാണ്, കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങിയെന്ന്. മരിക്കാൻ തുടങ്ങുന്ന, മരണത്തോളം ഒട്ടിപ്പോയ, പട്ടിണി കൊണ്ട് ഉണങ്ങിപ്പോയ ശരീരം, ആ മനുഷ്യൻ കരഞ്ഞാൽ ഇത്രയ്ക്കിത്രേ ഒച്ചയേ ഉള്ളൂ. ആരോഗ്യമുള്ള ഒരു കൊച്ചു കരയുന്ന പോലെയൊന്നും മരിക്കാറായ ഒരു കുഞ്ഞ് കരയത്തില്ല. ആ ചെറിയൊരു ഒച്ച വെച്ചിട്ടുണ്ടാവും. പക്ഷെ എഴുതിയിരിക്കുകയാണ്, അമ്പെയ്ത്തോട് ദൂരെ കിടക്കുന്ന അമ്മ ഇത് കേട്ടിട്ടില്ല, പക്ഷെ സ്വർഗത്തിലെ ദൈവം ഇത് കേട്ടു എന്ന്. ആരാ അപ്പോൾ അടുത്ത്? രണ്ടിൻ്റെ അകലം തമ്മിൽ ഒരു സ്കെയിൽ വെച്ച് അളക്കാൻ പോവുകയാണ് ഞാൻ. അമ്മ ഇരിക്കുന്ന ഒരു അമ്പെയ്ത്ത് ദൂരമാണ്, അളവ് പറഞ്ഞിട്ടുണ്ട്. ദൈവം ഇരിക്കുന്ന അളവ് പറഞ്ഞിട്ടില്ല. ദൈവം പറഞ്ഞ അളവ്, ഹൃദയം നുറുങ്ങിയവർക്ക് അമ്പെയ്ത്ത് ദൂരെ ദൈവം എന്നല്ല, ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം ആ സമീപസ്ഥനാണെന്ന് എഴുതിയിട്ടുള്ളത്.